ഹായ് ഫ്രണ്ട്സ്, ശ്രീനാഥാണ്. വിതുര ഡിപ്പോയിൽ നിന്ന് പത്തനാപുരത്തേക്ക് തുടങ്ങുന്ന ഒരു പുതിയ സർവീസിൻ്റെ ഫ്ലാഗ് ഓഫ് ചടങ്ങിലേക്കാണ്. ആ ചടങ്ങിൻ്റെ വീഡിയോ ആണിത്. അതിനോടൊപ്പം തന്നെ തലത്തൂതക്കാവ് എന്ന് പറയുന്ന ഒരു ട്രൈബൽ സ്കൂളൊക്കെ ഉള്ളൊരു മേഖലയിലേക്ക് ഏറെ നാളായി ഒരു പാലം പണി കാരണം നിർത്തി വെച്ചിരുന്ന ഒരു സർവീസ് വീണ്ടും ആരംഭിക്കുന്ന ഒരു ചടങ്ങ് കൂടെ ഇതിനോടൊപ്പം ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പത്തനാപുരത്തേക്ക് തുടങ്ങുന്ന സർവീസ്. ഓർഡിനറി സർവീസാണ്. ചെറ്റച്ചൽ, പാലോട്, മണത്തറ, കുളത്തൂപ്പുഴ, അഞ്ചൽ, പുനലൂർ വഴി പത്തനാപുരം ഓർഡിനറി സർവീസാണ്. 113 രൂപയാണ് ടിക്കറ്റ്. ഏകദേശം 80 കിലോമീറ്ററിന് മുകളിൽ വൺ സൈഡ് തന്നെ യാത്രയുണ്ട്. പിന്നെ അധികം ബസ്സുകൾ ഡയറക്റ്റ് കണക്ടിവിറ്റി ഇല്ലാത്തൊരു റൂട്ടും കൂടെയാണ്. പിന്നെ ഓർഡിനറി സർവീസ് ആയതുകൊണ്ട് തന്നെ എല്ലാത്തരം ആളുകൾക്കും വളരെ ഉപകാരപ്രദമായൊരു സർവീസ് ആകുമെന്ന് വിചാരിക്കുന്നു. രാവിലെ 7:50 വിതുര നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടി തിരിച്ച് അവിടുന്ന് 12:20 തിരിച്ചുള്ള സമയം. അപ്പോൾ തിരിച്ചു വന്നിട്ട് പിന്നെ ആ വണ്ടിക്കൊരു നെടുമങ്ങാട് കട്ട്രിപ്പാണ്. അപ്പോൾ അതിൽ വണ്ടിയിൽ ഒട്ടിച്ചിരിക്കുന്നൊരു പോസ്റ്ററാണ്. വണ്ടി അനുവദിച്ച മിനിസ്റ്റർക്കും നന്ദി അറിയിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്ററൊക്കെയാണ്. RC 425 പഴയ ഫാസ്റ്റ് പാസഞ്ചറാണ്. അതാണ് ബസ്. ഇപ്പോൾ ഓർഡിനറി ആയിട്ടാണ് സർവീസ് നടത്തുന്നത്. വിതുര ഡിപ്പോയിൽ വെച്ചാണ് ഇതിൻ്റെ ഫ്ലാഗ് ഓഫ് കർമ്മം നടക്കുന്നത്. MLA ആണ് വണ്ടി ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. MDയുടെ സാന്നിധ്യവും ഇതിനോടൊപ്പം തന്നെ ഉണ്ട്. ഉദ്ഘാടന ചടങ്ങിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. നല്ല വശമാണ്. ഇത് 15,000 മുകളിൽ വരുന്നത് പത്തനാപുരമാണ്. ഇതിലൊന്ന് സോൾവ് ചെയ്യും. നമ്മൾ ഹരിയുടെ ബഹുമാനപ്പെട്ട നമ്മുടെ ബഹുമാനിയിലെ നമ്മുടെ കേരളത്തിലെ KSRTC മലയോര മേഖലയിലൊരു ജനങ്ങൾക്ക് വളരെ സഹായകരമാകുന്ന നിലയിലുള്ള ഒരു സർവീസ് വിതുരയിൽ നിന്നും പത്തനാപുരത്തേക്ക് രാവിലെ 7:50 ആരംഭിക്കുക. ആ മഹനീയമായ സർവീസ് ആരംഭിക്കുന്ന ചടങ്ങിൽ സംബന്ധിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന KSRTCയുടെ CMD ശ്രീ GS പ്രമോദ് ശങ്കർ സാറിനെ, അതേപോലെ തന്നെ ഈ പ്രവർത്തനങ്ങൾക്ക് സഹായകരമായി നിൽക്കുന്ന പ്രശസ്ത സിനിമാ താരവും കേരള കോൺഗ്രസ് ബിയുടെ ജില്ലാ പ്രസിഡന്റുമായ ശ്രീ പൂജപ്പുര രാധാകൃഷ്ണൻ അവർ,
നമ്മുടെ ഈ ചടങ്ങിൽ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ നെടുമങ്ങാട് DPO, KSRTCയുടെ വിവിധ തലത്തിലെ ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ, നമ്മുടെ നമ്മുടെ യൂണിയൻ്റെ നമ്മുടെ വിവിധ യൂണിയനുകളുടെ ട്രേഡ് യൂണിയൻ്റെ നേതാക്കന്മാർ, തൊഴിലാളി സുഹൃത്തുക്കൾ, ഉദ്യോഗസ്ഥർ, പൊതുപ്രവർത്തകരായി മറ്റെത്തിയിട്ടുള്ള സുഹൃത്തുക്കൾ അടക്കമുള്ള ബഹുമാനിയുടെ സുഹൃത്തുക്കൾ, ഞാൻ ദീർഘമായിട്ടൊന്നും പറയുന്നു. ഞങ്ങളിപ്പോൾ ഒരു ആശയവിനിമയം അവിടെ നടത്തി നിങ്ങളെല്ലാവരും കേട്ടോണ്ടിരിക്കുകയാണ്. നമ്മൾ രഹസ്യയോഗമൊന്നുമല്ല ചേർന്ന് എല്ലാവരും കൂടെയാണ് ആലോചന. നമ്മുടെ വിതുര ഡിപ്പോയിലെ ഭാവി സാധ്യതകളാണ് നമ്മൾ പൊതുവിൽ ചർച്ച ചെയ്യുന്നത്. ആ ചർച്ചയുടെ ഫലമായി ആ ചർച്ചയിൽ ഉയർന്നു വന്ന കാര്യങ്ങൾ ധാരാളം സാധ്യതകളുള്ള ഒരു തിരുവനന്തപുരം ജില്ലയിലെ ഡിപ്പോയാണ് വിതുര ഡിപ്പോ. 2 ഏക്കർ 36 സെൻറ്റ് വസ്തു അവരുടെ കയ്യിൽ. അത് തന്നെ വലിയൊരു കാര്യം. അപ്പോൾ ചില പുതിയ കാര്യങ്ങൾ KSRTC ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. KSRTC ലാഭത്തിലല്ല പ്രവർത്തിക്കുന്നത് എന്നുള്ളതെന്ന് ഞാൻ കരുതുന്നു. നേരത്തെ ഉണ്ടായിരുന്ന സർവീസ് വനമേഖലയിൽ കിടക്കുന്ന നമ്മുടെ സാധാരണക്കാരായ മനുഷ്യർ, അവർക്ക് ഏക ആശ്രയം only one എന്ന് പറയാൻ കഴിയുന്നതാണ് ഈ നമ്മുടെ KSRTC. അപ്പോൾ അവിടെ ഈ തലത്തോട്ടുകാവിലേക്ക് നേരത്തെ കോമഡിയിൽ ഉണ്ടായിരുന്ന സർവീസ് വീണ്ടും പുനഃസ്ഥാപിക്കാൻ പിന്നെ KSRTCയുടെ പ്രമുഖർ തീരുമാനം. ഇത് രണ്ടും ആഹ്ലാദകരമായിട്ടുള്ള കാര്യമാണ്. ഈ തീരുമാനം എടുത്ത ബഹുമാനപ്പെട്ട നമ്മുടെ ചെയർമാനും മാനേജിംഗ് എല്ലാ ട്രേഡ് യൂണിയൻ നേതാക്കളുടെ തൊഴിലാളി സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട MLA വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ KSRTCയുടെ നിലവിലുള്ള പ്രശ്നങ്ങളും നമ്മുടെ വിവിധ ഡിപ്പോയുടെ അതിൻ്റെ ഒരു പ്രാധാന്യവും മറ്റും നമ്മളൊരു ചുരുങ്ങിയ സമയത്തിൽ നമ്മുടെ ഒരു മീറ്റിങ്ങിൽ അവതരിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റേതായ പല അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതേപോലെ എങ്ങനെ മുന്നോട്ട് പോകാം, വിതുര ഡിപ്പോയെ എങ്ങനെ നമ്മൾ കൂടുതൽ കാര്യക്ഷമമാക്കി കൊണ്ടുപോകാം എന്നുള്ള കുറച്ച് കാര്യങ്ങളും മാർഗനിർദ്ദേശങ്ങളും മുന്നോട്ട് വയ്ക്കും. തീർച്ചയായിട്ടും വളരെയധികം അദ്ദേഹത്തോട് KSRTCയുടെ CMD എന്ന നിലയിൽ ഇതിൻ്റെ ഒരു കച്ചവട സാധ്യതകൾ വളരെയധികം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അതിൻ്റെ അതീവ പ്രാധാന്യത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ കൂടെ മാർഗനിർദ്ദേശത്തോടു കൂടി എടുത്തുകൊണ്ട് മുന്നോട്ട് പോകും എന്നുള്ള ഒരു ഉറപ്പ് ഞാൻ ഈ രീതിയിൽ നൽകിയാണ്. കൂടാതെ തുടങ്ങുന്ന ഈ സർവീസുകൾ എല്ലാവിധ ആശംസകളും കാര്യമായിട്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇവിടുത്തെ ഇതെല്ലാം കണ്ടിട്ട് MLA അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ ഒക്കില്ല. കാരണം അത്രമാത്രം വികസനങ്ങളാണ് ഇവിടെ കൊണ്ടുവരുന്നതിനോട് അദ്ദേഹം സഹായിക്കാമെന്ന് പറഞ്ഞു. അത് മറക്കാനൊക്കാത്ത കാര്യമാണ്. ഇതെല്ലാം നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. താങ്ക് യു. ഡ്രൈവർ ചെയ്താലി ഇദ്ദേഹം കൊടുക്കും. ഔദ്യോഗികമായിട്ടുള്ളൊരു കാര്യം ഗംഭീരമായിട്ട് കാശുണ്ടായിക്കൊണ്ട് വരണം. സ്കൂട്ടറിൽ പോണവരെല്ലാം അവിടെ ഒരു കേസിട്ട് കയറാൻ ആദ്യത്തെ ടിക്കറ്റ് ഫ്ലാഗ് ഓഫ് കാണിക്കണം കേട്ടോ. പത്തനാപുരത്തേക്കാണോ? വെരി ഗുഡ്. കൈ നന്നായിട്ടൊന്ന് അടിച്ചാട്ടെ. അതിലും KSRTC വിഷമിപ്പിക്കണ്ട. 113 10 3
ടിക്കറ്റ് വേണമെങ്കിൽ പ്രാർത്ഥിച്ചോളൂ. എന്നും നിറഞ്ഞേ പോകാവൂ പത്തനാപുരം വരെ. എന്താ പേര്? നമ്മുടെ പേരെന്താ? അതാണ് വളരെ ആനന്ദപൂർവ്വം ചേട്ടാ ചേട്ടാ മുന്നിൽ നിന്ന് മാറുമോ? ചേട്ടാ മുന്നിൽ നിന്ന് മാറും. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എവർക്കും നന്ദി. താങ്ക് യു ആൻഡ് ബൈ.